നമസ്കാരം, സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ഞാൻ പ്രദീപ് നാരായണൻ. ആദ്യം പ്രധാന വാർത്തകൾ. യോഗ ചരിത്രമായി, നാടും നഗരവും യോഗ അഭ്യസിച്ചു. എം വി ദാമോദരനെ സ്മരിച്ച് ജില്ലയിലെ പത്രപ്രവർത്തകർ. യുവതി 2 കുട്ടികളുമായി ആത്മഹത്യ ചെയ്ത സംഭവം പോലീസ് അന്വേഷണം ആരംഭിച്ചു. വൻ കവർച്ചയ്ക്ക് പദ്ധതിയിട്ട 3 അംഗ സംഘം കാസർഗോട്ട് പിടിയിൽ. പരിസ്ഥിതിക്ക് കുടചൂടി നെല്ലിക്കാട്ട് റെഡ് സ്റ്റാർ പ്രവർത്തകർ. കൃഷിനാശം, നഷ്ടപരിഹാരം നൽകിയതിലുള്ള അപാകതകൾ പരിഹരിക്കണമെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ. പകർച്ചപ്പനി വ്യാപനം, പ്രതിരോധ നടപടികളില്ലാതെ ആരോഗ്യവകുപ്പ്. DMO ഓഫീസിലേക്ക് DYFI മാർച്ച്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ധ്യാനത്തിൽ ലയിച്ച് ലോകം, നാടും നഗരവും യോഗ അഭ്യസിച്ചു. ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ യോഗ അരങ്ങേറി. ജില്ലാ ഭരണകൂടത്തിന്റെയും നെഹ്റു യുവകേന്ദ്രയുടെയും ജില്ലാ പോലീസിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലുള്ള യോഗാ ദിനം ജില്ലാ ആസ്ഥാനത്താണ് നടന്നത്. ഇതിന്റെ ഭാഗമായി ജില്ലയിലെ മിക്ക വിദ്യാലയങ്ങളിലും യോഗ ആചരിച്ചു. കളക്ടറേറ്റിൽ NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. ശരീരത്തിന് മാത്രമല്ല മനസ്സിനും ഒരു സുഖം കിട്ടുന്ന ഒന്നാണ് യോഗ എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിന് എത്രമാത്രം ആരോഗ്യത്തോടെ നമ്മുടെ ശരീരത്തെ നാം നിലനിർത്തണമോ അതിനേക്കാൾ കൂടുതൽ ആരോഗ്യത്തോടെ നമ്മുടെ മനസ്സിനെയും നമ്മൾ നിലനിർത്തിയാൽ മാത്രമേ ജീവിതത്തിൽ നമുക്ക് എല്ലാ ക്രൈസിസിനെയും പ്രതിസന്ധിയും അഭിമുഖീകരിക്കാൻ സാധിക്കുള്ളൂ. അതാണ് യോഗയുടെ ഫലം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കളക്ടർ PS മുഹമ്മദ് സഗീർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ CV വിജയൻ, ഡോക്ടർ KG ബോസ്, B ജയന്ത് എന്നിവർ ക്ലാസിന് നേതൃത്വം നൽകി. അവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ലെഫ്റ്റ് കാല് തിരിക്കാം. കാസർഗോഡ് ശ്രീ പാണ്ഡുരംഗ ക്ഷേത്ര ഹാളിൽ നടന്ന യോഗാഭ്യാസത്തിൽ നിരവധി പേർ പങ്കെടുത്തു. 16 വർഷമായി ഇവിടെ യോഗാഭ്യാസം നടന്നുവരുന്നു. ശ്രീധര മഞ്ഞിപ്പാടിയുടെ നേതൃത്വത്തിലാണ് യോഗം നടന്നുവരുന്നത്. 30ഓളം പേർ പങ്കെടുത്തു. ലോക യോഗാ ദിനത്തിലും ഇവിടെ പ്രൗഢമായ രീതിയിൽ യോഗ നടന്നു. മനസ്സിനും ശരീരത്തിനും ഉണർവ് നൽകുന്ന യോഗയിൽ ജീവിതത്തിന്റെ നാനാ തുറകളിലുള്ളവർ പങ്കെടുത്തു. ചിന്മയ വിദ്യാലയത്തിൽ യോഗാചാര്യൻ ശിവരായ ഭട്ട് അധ്യക്ഷത വഹിച്ചു. യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സ്വാമിനി കാശികാനന്ദ ക്ലാസ് എടുത്തു. വിദ്യാർത്ഥികൾ യോഗ അഭ്യസിച്ചു. പ്രിൻസിപ്പൽ പുഷ്പരാജ്, ഐശ്വര്യ എന്നിവർ സംസാരിച്ചു. ദ്വാരക നഗർ ബ്രഹ്മകുമാരി മഠത്തിൽ ഒരാഴ്ച നീണ്ട യോഗ ക്ലാസുകൾക്ക് ഞായറാഴ്ച സമാപനമായി. പ്രത്യേക ധ്യാനവും രാജയോഗവും ഉണ്ടായിരുന്നു. കളക്ടർ മുഹമ്മദ് സഗീർ ഉദ്ഘാടനം ചെയ്തു. വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ട ഈ യോഗ, അതിന് വേണ്ടത്ര ഒരു പ്രാധാന്യം മറ്റു സ്ഥലങ്ങളിൽ ലഭിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടായിരിക്കണം. ഡോക്ടർ സുമതി ഗണേഷ്, ഡോക്ടർ സൂരജ്, മംഗള, ജയരാജ് കൊറക്കോട്, വിജയലക്ഷ്മി എന്നിവർ സംബന്ധിച്ചു. യോഗയിൽ ലയിച്ച് കാഞ്ഞങ്ങാട് കേന്ദ്രീയ വിദ്യാലയം. വിദ്യാർത്ഥികൾ ഏകമനസ്സോടെ യോഗാ ദിനത്തിൽ പങ്കെടുത്തു. കാഞ്ഞങ്ങാട് കേന്ദ്രീയ വിദ്യാലയത്തിൽ യോഗാ ദിനത്തോടനുബന്ധിച്ച് ഞായറാഴ്ച രാവിലെ 7 മണി മുതൽ 8 മണി വരെ യോഗാ പ്രദർശനം നടന്നു. അധ്യാപകരും വിദ്യാർത്ഥികളും ഒന്നടങ്കം യോഗാ പ്രദർശനത്തിൽ പങ്കാളികളായി. ശ്വാസം എടുക്കുക, ദീർഘമായി ശ്വാസം എടുക്കുക. ശ്വാസം വിട്ടുകൊണ്ട് കാലിന്റെ വിരലുകൾ പിടിക്കുക. നെറ്റി കാൽമുട്ടിലേക്ക് മുട്ടിക്കാൻ ശ്രമിച്ചു നോക്കുക. പിന്നീട് ശ്വാസം എടുത്തുകൊണ്ട് തിരിച്ചു വരിക. ശ്വാസം എടുത്തുകൊണ്ട് നേരെ മുന്നിലേക്ക്, ശ്വാസം വിട്ടുകൊണ്ട് സാവകാശം പിറകിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരിക. ഇങ്ങനെ 10 തവണ ആവർത്തിച്ച് ചെയ്യുക. ശ്വാസം എടുത്തുകൊണ്ട് മുന്നിലേക്ക്,
ശ്വാസം വിട്ടുകൊണ്ട് പിന്നിലേക്ക്. സാവകാശം ശ്വാസം വിട്ടുകൊണ്ട് വശങ്ങളിൽ ഇടത് കൈ ഇടത് ഭാഗത്തേക്ക് നോക്കി സാവകാശം ചെയ്യാവൂ. പിന്നീട് ശ്വാസം എടുത്തുകൊണ്ട് നേരെ തിരിച്ചു വരും. സാവകാശം ശ്വാസം വിട്ടുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ ഇങ്ങനെ തുടങ്ങാം. പ്രിൻസിപ്പൽ അമൃത ബാല യോഗ പ്രദർശനത്തിന് നേതൃത്വമേകി. രക്ഷിതാക്കളും പരിപാടിയിൽ പങ്കാളികളായി. മുതിർന്ന പത്രപ്രവർത്തകനും മലയാള മനോരമ ലേഖകനുമായിരുന്ന എം വി ദാമോദരനെ കാഞ്ഞങ്ങാട് പ്രസ് ഫോറം അനുസ്മരിച്ചു. കാഞ്ഞങ്ങാട് പ്രസ് ഫോറം ഹാളിൽ നടന്ന എം വി ദാമോദരൻ അനുസ്മരണ സമ്മേളനം സോഷ്യലിസ്റ്റ് ജനത കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് എ വി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന പത്രപ്രവർത്തകൻ പി ഗോപി അനുസ്മരണ പ്രഭാഷണം നടത്തി. അദ്ദേഹം എൻ്റെ കൂടെ വന്നു. എൻ്റെ വലതുവശത്തോ ഇടതുവശത്തുമായി ദീർഘകാലം അദ്ദേഹം പ്രവർത്തിച്ചു. ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയ്ക്ക് അക്കാലത്ത് എല്ലാ രാഷ്ട്രീയ നേതാക്കളുടെയും രഹസ്യവും പരസ്യവുമായ കാര്യങ്ങൾ അറിഞ്ഞിരുന്ന വ്യക്തിയായിരുന്നു ദാമോദരൻ. ഒരു അദ്ദേഹത്തിന് വേണ്ടി വന്ന ഒരു MLA-യോ അല്ലെങ്കിൽ ഒരു DCC പ്രസിഡന്റോ തന്നെ ആകാമായിരുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പ്രസ് ഫോറം പ്രസിഡന്റ് TK നാരായണൻ അധ്യക്ഷത വഹിച്ചു. DV ബാലകൃഷ്ണൻ, P മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ, A ദാമോദരൻ, CK വത്സരൻ, CP സുകുമാരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രസ് ഫോറം സെക്രട്ടറി N ഗംഗാധരൻ സ്വാഗതവും ട്രഷറർ പാക്കം മാധവൻ നന്ദിയും പറഞ്ഞു. പരിസ്ഥിതി സംരക്ഷണത്തിന് കൈകോർത്ത് നെല്ലിക്കാട് റെഡ് സ്റ്റാർ ക്ലബ്ബ് വേപ്പിൻ തൈകൾ നട്ടുപിടിപ്പിച്ചാണ് റെഡ് സ്റ്റാർ പ്രവർത്തകർ ഭൂമിക്ക് കുട ചൂടുന്നത്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. വേപ്പിൻ തൈകൾ വിതരണം ചെയ്താണ് പരിസ്ഥിതി സംരക്ഷണത്തിന് റെഡ് സ്റ്റാർ നെല്ലിക്കാട്ട് കൈകോർത്തത്. ചടങ്ങിൽ SSLC +2 വിജയികൾക്ക് അനുമോദനവും നൽകി. ശ്രീജേഷ്, അപർണ പ്രഭാകരൻ, അനാമിക, ഋഷികേഷ്. ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K സുജാത ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, നമ്മുടെ ജൂൺ മാസത്തിൽ നമ്മുടെ കുട്ടികൾക്ക് പുസ്തകം എത്തണം, സ്കൂൾ തുറക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ വളരെ വൈകി നമ്മുടെ പുസ്തകങ്ങൾ അച്ചടിക്കുന്നതിലേക്ക് ടെൻഡർ കൊടുക്കുന്നതിനും മറ്റു നടപടികളും വൈകിച്ചതിന്റെ കാരണമാണ് ഇന്ന് കുട്ടികൾ പുസ്തകമില്ലാതെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് പഠിക്കേണ്ട ഒരു ഗതികേടിലേക്ക് എത്തിയിരിക്കുന്നത്. ഒക്കെ വളരെ നല്ല ഒരു വിദ്യാഭ്യാസ നയമായിരുന്നു കഴിഞ്ഞ 1957 നമ്മുടെ സർക്കാരിന്റെ ഭാഗത്ത് തന്നെ ജോസഫ് മുണ്ടശ്ശേരി മാഷിന്റെ നല്ല ഒരു പൊതുവിദ്യാഭ്യാസ നയമായിരുന്നു നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്. പപ്പൻകുട്ടമത്ത് അധ്യക്ഷത വഹിച്ചു. പരിസ്ഥിതി പ്രവർത്തകൻ P കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ വേപ്പിൻ തൈകൾ വിതരണം ചെയ്തു. KM ഗോപിനാഥൻ, K കൃഷ്ണൻ, ലത എന്നിവർ സംസാരിച്ചു. തുടർന്ന് വസന്തത്തിന്റെ കനൽ വഴികൾ എന്ന സിനിമയുടെ പ്രദർശനവും നടന്നു. മാവില കടപ്പുറത്ത് ഭർതൃമതിയായ യുവതി 2 കുട്ടികളുമായി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഞായറാഴ്ച ഉച്ചയോടെയാണ് പിതൃഗൃഹത്തിൽ യുവതിയെയും കുട്ടികളെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തൃക്കരിപ്പൂർ തങ്കയത്തെ ജയന്റെ ഭാര്യ സൗമ്യയെയും മക്കൾ യദുനന്ദ, ദേവനന്ദ എന്നിവരെയുമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മാവിലാക്കടപ്പുറത്തെ പിതൃഗൃഹത്തിലാണ് സൗമ്യയുടെയും മക്കളുടെയും മൃതദേഹങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. മാവിലാക്കടപ്പുറത്തെ PP ചന്ദ്രന്റെയും സാവിത്രിയുടെയും മകളാണ്. മരണം നടക്കുന്ന സമയത്ത് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. ചന്ദ്രൻ കൂലിപ്പണിക്കും അമ്മ സാവിത്രി ബന്ധുവീട്ടിലും പോയ സമയത്താണ് മരണം നടന്നത്. ഓട്ടോ ഡ്രൈവറായ സഹോദരൻ സജേഷ് വീട്ടിലെത്തിയപ്പോൾ വീട്ടിനുള്ളിൽ നിന്നും തീയും പുകയും ഉയരുന്നത് കണ്ടതിനെ തുടർന്ന് പരിസരവാസികൾ എത്തി വാതിൽ ചവിട്ടി പൊളിക്കുകയായിരുന്നു. കട്ടിലിലും താഴെയുമായാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. കുട്ടികളെ മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തിയ ശേഷം സൗമ്യ സ്വയം തീ കൊളുത്തിയതാവാം എന്ന് പോലീസ് അറിയിച്ചു. മൃതദേഹങ്ങൾ പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി. കാസർഗോഡ് ചേരങ്കി കടപ്പുറത്ത് കടൽ കലിത്തുള്ളുന്നു. നിരവധി കുടുംബങ്ങൾ ഭീതിയിൽ. ഞായറാഴ്ച വൈകിട്ടോടെയാണ് കടൽക്ഷോഭം രൂക്ഷമായത്. വടക്കൻ കേരളത്തിൽ മഴ ശക്തി പ്രാപിച്ചതോടെ ജില്ലയുടെ പല ഭാഗത്തും രൂക്ഷമായ കടലാക്രമണം തുടരുകയാണ്. ഈ പ്രദേശങ്ങളിലെ കുടുംബങ്ങൾ ഭീതിയോടെയാണ് ദിനങ്ങൾ തള്ളി നീക്കുന്നത്. പലരും വീട് വിട്ടുപോകേണ്ട സ്ഥിതിയാണുള്ളത്. വരും ദിവസങ്ങളിൽ ശക്തമായ കാറ്റും മഴയും തുടരുകയാണെങ്കിൽ പല കുടുംബങ്ങളെയും മാറ്റിപ്പാർപ്പിക്കേണ്ടി വരും. നെല്ലിക്കുന്ന്, ചേരങ്കൈ എന്നീ പ്രദേശങ്ങളിൽ രൂക്ഷമായ കടൽക്ഷോഭമാണുള്ളത്. ഈ പ്രദേശങ്ങൾ നെല്ലിക്കുന്ന് MLA-യും റവന്യൂ അധികൃതരും സന്ദർശിച്ചു. കാസർഗോഡ് വൻ കവർച്ചയ്ക്ക് പദ്ധതിയിട്ട 3 അംഗ സംഘം അറസ്റ്റിൽ. പ്രതികളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യുന്നു. ഉപ്പള പത്വാടി സന്തോടിയിലെ ഓട്ടോ ഡ്രൈവർ അബൂബക്കർ സിദ്ദീഖ്, ബായാർ പദവ് കോളനി ഹൌസിൽ മുസമ്മിൽ, പൈവളികെ ചെറുകോളി ആയിഷ മൻസിലിൽ അബ്ദുൽ നാസർ എന്നിവരെയാണ് കാസർഗോഡ് ജില്ലാ പോലീസ് ചീഫ് ഡോക്ടർ A ശ്രീനിവാസന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്.
മഞ്ചേശ്വരത്തു നിന്നും 2 ലക്ഷം രൂപയും സ്വർണവും കവർച്ച ചെയ്ത കേസിലെ പ്രതികളാണ് മൂവരും. ഈ കേസിൽ 2014 ജൂലൈയിൽ അറസ്റ്റിലായി കണ്ണൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡിൽ കഴിയുകയായിരുന്നു. ഡിസംബറിലാണ് പുറത്തിറങ്ങിയത്. ഇതിനുശേഷം കർണാടകയിലെ വിട്ല, കബക്ക ഭാഗങ്ങളിൽ പട്ടാപ്പകൽ വീടുകളിൽ കവർച്ച നടത്തുകയായിരുന്നു. കർണാടക പോലീസ് കവർച്ചക്കാരെ തിരഞ്ഞു നടക്കുന്ന സമയം കബക്കയിൽ നിന്നും 4 രജിസ്ട്രേഷനുള്ള പൾസർ ബൈക്ക് മോഷ്ടിക്കുകയായിരുന്നു. പോലീസ് അന്വേഷണം ഊർജിതമാക്കുകയും കവർച്ചാ സംഘം കാസർകോട്ടേക്ക് തിരിച്ചിരിക്കുകയാണെന്നും പ്രതികൾ മനസ്സിലാക്കി. പിന്നീട് കർണാടക പോലീസ് കാസർകോട് ജില്ലാ പോലീസ് ചീഫിന് വിവരം കൈമാറുകയായിരുന്നു. കാസർകോട് പോലീസിന്റെ അന്വേഷണത്തിൽ 3 ദിവസം മുമ്പ് തന്നെ പ്രതികൾ കാസർകോട്ട് എത്തിയതായി വിവരം ലഭിച്ചു. തുടർന്ന് പോലീസ് അന്വേഷണം ഊർജിതമാക്കുകയും കഴിഞ്ഞ ദിവസം പിടികൂടുകയുമായിരുന്നു. കാസർകോട്ട് വൻ കവർച്ചയ്ക്ക് പദ്ധതിയിട്ടാണ് ഇവിടെ എത്തിയതെന്ന് പ്രതികൾ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. SI ഫിലിപ്പ് തോമസ്, നാരായണൻ നായർ, CK ബാലകൃഷ്ണൻ, ലക്ഷ്മി നാരായണൻ, ശ്രീജിത്ത് തുടങ്ങിയവരും പ്രതികളെ പിടികൂടിയ പോലീസ് സംഘത്തിലുണ്ടായിരുന്നു. പകർച്ചപ്പനികളുടെ വ്യാപനം തടയുന്നതിന് നടപടിയില്ല. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇല്ലാത്തതിൽ പ്രതിഷേധിച്ച് DMO ഓഫീസിലേക്ക് DYFI പ്രവർത്തകർ മാർച്ച് നടത്തി. കറുത്ത പനി, H1N1 ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ ഈ കാലവർഷത്തിലും വ്യാപകമാണെന്ന വാർത്തകൾ പുറത്തുവന്നതിനു പിന്നാലെയാണ് ജില്ലാ മെഡിക്കൽ ഓഫീസിലേക്ക് DYFI പ്രവർത്തകർ മാർച്ച് നടത്തിയത്. പ്രതിരോധ നടപടികൾ വൈകുന്നതാണ് പകർച്ചവ്യാധികളുടെ വ്യാപനത്തിന് കാരണം. എന്നാൽ ജില്ലയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമല്ലെന്ന് DYFI ആരോപിക്കുന്നു. ആരോഗ്യവകുപ്പ് പനിബാധിത മേഖലയിൽ ഊർജിതമായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കണമെന്നും DYFI ആവശ്യപ്പെടുന്നു. ജില്ലാ സെക്രട്ടറി K മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന അതീവ ഗുരുതരമായ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധ മാർച്ച് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പ്രതിഷേധ മാർച്ചിന് ആധാരമായ വിഷയങ്ങളെ സംബന്ധിച്ച് ഇവിടെ സ്വാഗതം പറഞ്ഞ സഹാബ് ശിവജിയും അതുപോലെ തന്നെ DYFI ജില്ലാ പ്രസിഡന്റ് സഹാബ് അഡ്വക്കേറ്റ് രാജ്മോഹനും എല്ലാം വിശദീകരിക്കുകയുണ്ടായി. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പകർച്ചവ്യാധികളും ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള അതീവ ഗുരുതരമായിട്ടുള്ള രോഗങ്ങളുമെല്ലാം പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയും സർക്കാരും ആരോഗ്യവകുപ്പുമെല്ലാം അങ്ങേയറ്റം നിസ്സംഗതയോടുകൂടിയുള്ള മനോഭാവത്തോടുകൂടി അതിനെ നോക്കിക്കാണുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അതിന്റെ ഏറ്റവും വലിയ തിക്തഫലങ്ങൾ അനുഭവിക്കുന്ന ഒരു ജില്ലയായി കാസർഗോഡ് ജില്ലയാണ് മാറുന്നത്. പൊതുവെ ഏറെ പിന്നോക്കം നിൽക്കുന്ന ഒരു ജില്ലയെന്നാണ് കാസർഗോഡ് ജില്ലയെ നമ്മൾ. അഡ്വക്കേറ്റ് രാജ്മോഹനൻ അധ്യക്ഷത വഹിച്ചു. ഷാലു മാത്യു, M രാജീവൻ, PK നിഷാന്ത്, സുരേഷ്, ശിവജി വെള്ളിക്കോത്ത് എന്നിവർ സംസാരിച്ചു. കാലവർഷത്തിൽ കൃഷിനാശം സംഭവിച്ചവർക്ക് നഷ്ടപരിഹാരം നൽകിയതിലുള്ള അപാകത പരിഹരിക്കണമെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ ജില്ലാ പ്രവർത്തക കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് നടന്നു. മുൻവർഷം കാലവർഷത്തിൽ കൃഷിനാശം സംഭവിച്ച മുഴുവൻ കർഷകർക്കും നഷ്ടപരിഹാരം നൽകാൻ അധികൃതർ തയ്യാറാകണമെന്ന് കിസാൻ സഭ ആവശ്യപ്പെട്ടു. നഷ്ടപരിഹാരത്തിനായി തയ്യാറാക്കിയ പട്ടികയിലെ അപാകതകൾ പരിഹരിക്കാൻ അധികൃതർ തയ്യാറാകണം. ഭൂനികുതി വർധന പിൻവലിക്കുന്നതോടൊപ്പം മുൻകാല പ്രാബല്യത്തോടെ നികുതി പിരിച്ചെടുക്കാനുള്ള നീക്കത്തിൽ നിന്നും പിന്നോട്ടു പോകാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നും കൺവെൻഷൻ ആവശ്യപ്പെട്ടു. കാഞ്ഞങ്ങാട് MN സ്മാരകത്തിൽ ചേർന്ന ജില്ലാ കൺവെൻഷൻ സംസ്ഥാന പ്രസിഡന്റ് V ചാമുണ്ണി ഉദ്ഘാടനം ചെയ്തു. വലിയ വലിയ രാഷ്ട്രീയ പ്രശ്നങ്ങൾ കൂടിയാണ്, കൂടുതലായിട്ട് അതിലേക്ക് പോകുന്നില്ല. പക്ഷെ കേരളത്തിലെ റബ്ബർ കൃഷിക്കാരുടെ ഈ പ്രതിസന്ധി കേരളത്തെ തന്നെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം 90% റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നത് രാജ്യത്തുള്ള ഉൽപ്പാദനത്തിൻ്റെ ഈ കേരളത്തിലാണ്. ബംഗളം P കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. CPI ജില്ലാ സെക്രട്ടറി ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, KV കൃഷ്ണൻ, KS കുര്യാക്കോസ്, M സഞ്ജീവ ഷെട്ടി എന്നിവർ പ്രസംഗിച്ചു. M അസീനാർ സ്വാഗതം പറഞ്ഞു. അഖില കേരള യാദവ സഭ തച്ചങ്ങാട് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ SSLC+2 വിജയികൾക്കുള്ള അനുമോദനവും ഉപഹാര വിതരണവും സംഘടിപ്പിച്ചു. തച്ചങ്ങാട് ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് അനുമോദന ചടങ്ങ് നടന്നത്. SSLC+2 വിജയികൾക്കുള്ള അനുമോദനവും ഉപഹാര വിതരണവും ഈ അധ്യയന വർഷം തച്ചങ്ങാട് ഹൈസ്കൂളിൽ ആരംഭിച്ച പ്രീ പ്രൈമറി ക്ലാസുകളിൽ ചേർന്ന യൂണിറ്റിലെ കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണവും നടന്നു. തച്ചങ്ങാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്ന ചടങ്ങ് P ശിവാനന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ യൂണിറ്റിലുള്ള നമ്മുടെ മറ്റു കാര്യങ്ങൾ പറയുന്നതിന് അപ്പുറത്തേക്ക് നമ്മുടെ യൂണിറ്റിലുള്ള 54 വീടുകൾ എന്തുകൊണ്ടും നമ്മുടെ ഈ കഴിഞ്ഞ ഒരു 3 വർഷക്കാലമായി നമ്മുടെ ഈ യാദവ സഭയുടെ പ്രവർത്തനം നമ്മുടെ ഈ യൂണിറ്റിൽ നല്ല നിലയിൽ നടന്നു വരുന്നു. മേൽ കമ്മിറ്റി നിശ്ചയിക്കുന്ന അല്ലെങ്കിൽ നിർദ്ദേശിക്കുന്ന പരിപാടികൾ ഒരു കോട്ടവുമില്ലാതെ ലോപവുമില്ലാതെ അതിൻ്റെതായ അർത്ഥത്തിൽ അതിൻ്റെതായ ഗാംഭീര്യത്തോടുകൂടി കഴിഞ്ഞ 3 വർഷങ്ങളായി പഞ്ചായത്ത് തലം ജില്ലാതലം പരിപാടികളും അതോടൊപ്പം തനത് പരിപാടികൾ എന്നുള്ള നിലയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ ഇതുപോലുള്ള ഉപഹാര വിതരണങ്ങൾ കുട്ടികളെ വിദ്യാഭ്യാസപരമായി പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തി വരുന്നു.
യൂണിറ്റ് പ്രസിഡന്റ് ബി ഗോപാലൻ അധ്യക്ഷത വഹിച്ചു. ചന്ദ്രൻ വി, മോഹനൻ പുലിക്കോടൻ, മുരളീധരൻ എ കെ, പ്രേമ ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി കെ ആനന്ദൻ സ്വാഗതവും ഖജാൻജി പി ഗോവിന്ദൻ നന്ദിയും പറഞ്ഞു. ഇനി പുണ്യം തേടി. സമസ്ത സംഘടനകളുടെ നേതൃത്വത്തിലുള്ള റംസാൻ പ്രഭാഷണത്തിന് കാഞ്ഞങ്ങാട്ട് തുടക്കമായി. പുതിയകോട്ട മഖാം പരിസരത്താണ് പ്രഭാഷണം നടക്കുന്നത്. SYS, SKSSF കാഞ്ഞങ്ങാട് മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പ്രഭാഷണ പരമ്പര നടക്കുന്നത്. ത്രിദിന പ്രഭാഷണത്തിന്റെ ഭാഗമായി ദുആ മജ്ലിസും സംഘടിപ്പിക്കുന്നുണ്ട്. മുബാറക് ഹസൈനാർ ഹാജിയുടെ അധ്യക്ഷതയിൽ കബീർ ഫൈസി ആദ്യദിന പ്രഭാഷണം ഉദ്ഘാടനം ചെയ്തു. ഷംവീസ് ഖാൻ നാഫി ഇടുക്കി പ്രഭാഷണം നടത്തി. പ്രഭാഷണ പരമ്പരയുടെ സമാപനം മെട്രോ മുഹമ്മദ് ഹാജി ഉദ്ഘാടനം ചെയ്യും. SKSSF ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന റംസാൻ പ്രഭാഷണം ഈ മാസം 24 മുതൽ 29 വരെ ഹൊസങ്കടിയിൽ നടക്കും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. നന്മയുടെ വസന്തം നേരിന്റെ സുഗന്ധം എന്ന പ്രമേയവുമായി SKSSF സംസ്ഥാന കമ്മിറ്റിയുടെ റംസാൻ ക്യാമ്പയിന്റെ ഭാഗമായാണ് റംസാൻ പ്രഭാഷണം സംഘടിപ്പിക്കുന്നത്. വിവിധ ദിവസങ്ങളിലായി അസൻ സഖാവി, പൂക്കോട്ടൂർ അലി അക്ബർ ബാഗവി, ഖലീൽ ഉദവി, ബഷീർ ബാക്കവി, കീഴ്ശ്ശേരി, ഷൗക്കത്ത് അലി വെള്ളമുണ്ട തുടങ്ങിയവർ പ്രഭാഷണം നടത്തും. പരിപാടിയിൽ 1500ഓളം പേർക്ക് ഇരിക്കാവുന്ന സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു. നന്മയുടെ വസന്തം നേരിന്റെ സുഗന്ധം എന്ന പ്രമേയത്തിൽ സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന റമദാൻ ക്യാമ്പയിന്റെ ഭാഗമായിട്ടുള്ളതാണ്. മഞ്ചേശ്വരം മേഖലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന റമദാൻ പ്രഭാഷണം ജൂൺ 24 മുതൽ 29 വരെ വസന്തകളിൽ പ്രത്യേകമായി സജ്ജമാക്കിയ ശംസുൽ ഉലമ നഗറിൽ വെച്ച് നടക്കുകയാണ്. ഇസ്മായിൽ മച്ചമ്പടി, മുഹമ്മദ് ഫൈസി കജി, സിദ്ദീഖ് അസരി പാത്തൂർ, അബ്ദുറഹ്മാൻ കടുംബാർ, KT അബുബക്കർ ഹാജി, അബ്ദുൽ ഖാദർ ഹാജി, ഇബ്രാഹിം ഹാജി, സഫ മൂസ, യുമാക്സ് ഇബ്രാഹിം, ഇസ്മായിൽ അസ്ഹരി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. കാഞ്ഞങ്ങാട് വിജ്ഞാൻ വേദിയുടെ റംസാൻ പ്രഭാഷണ പരമ്പരയ്ക്ക് തുടക്കമായി. ബേക്കൽ ഇന്റർനാഷണൽ ഹോട്ടലിലാണ് പ്രതിവാര പ്രഭാഷണം നടക്കുന്നത്. സാമുദായിക ഐക്യത്തിന്റെ കാലിക പ്രസക്തി എന്ന വിഷയത്തോടെയാണ് പ്രഭാഷണ പരമ്പര തുടങ്ങിയത്. ഹിറ മസ്ജിദിലെ TK മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. പാടെ മറന്നുപോയ ഒരു സംഗതിയെ ഓർമ്മപ്പെടുത്തുക. പാടെ മറന്നുപോയി എന്ന് ഞാൻ പറയുന്നത് മുസ്ലിങ്ങൾക്കിടയിൽ ഒരൈക്യം വേണം എന്ന കാര്യം എല്ലാവരും പാടെ മറന്നുപോയി. A ഹമീദ് ഹാജി, അഡ്വക്കേറ്റ് NA ഖാലിദ്, മുഹമ്മദ് അസ്ലാം എന്നിവർ സംസാരിച്ചു. ബാലഗോകുലം ജില്ലാ വാർഷിക സമ്മേളനം കാഞ്ഞങ്ങാട്ട് നടന്നു. വിവേകാനന്ദ വിദ്യാലയത്തിലാണ് പരിപാടി നടന്നത്. ബാലഗോകുലത്തിന്റെ ദ്വിദിന സമ്മേളനം പ്രമുഖ ചിത്രകാരൻ ശ്യാമ ശശി ഉദ്ഘാടനം ചെയ്തു. ഞാൻ ഉദ്ദേശിച്ചതായിരിക്കില്ല പ്രേക്ഷകർ കാണാം. അതാണ് ഏറ്റവും വലിയ റോഷൻ. കാരണം ഞാൻ സാധാരണ പ്രകൃതിന്റെ ഒരു ഭാഗമാണ് ഞാൻ ചെയ്യുന്നത്. അതിലൊരു നമ്മുടെ പഴയ സംസ്കാരത്തിന്റെ ഒരു ഗുരു ശിഷ്യ ഒരു ചെറിയൊരു ഇതാണ്. പക്ഷെ നമ്മൾ അങ്ങനെ ചിത്രകല അതിലെ കണ്ണും മൂക്കും അതിലെ ശാഖകളും ഇലകളും ഉണ്ടാവില്ല. SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ബാലഗോകുലം അംഗങ്ങളെ സമ്മേളനം അനുമോദിച്ചു. ജില്ലാ പ്രസിഡന്റ് KV ഗണേശൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കാര്യദർശി K മോഹൻദാസ് പ്രഭാഷണം നടത്തി. NT വിദ്യാധരൻ സ്വാഗതവും ജയരാമൻ മാടിക്കാൽ നന്ദിയും പറഞ്ഞു. ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങളുമായി കാഞ്ഞങ്ങാട് JCs വൈദ്യുതി വകുപ്പിന്റെ സഹകരണത്തോടെയുള്ള സെമിനാറുകൾ ആരംഭിച്ചു. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് JCs പ്രവർത്തകർ ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങളുമായി രംഗത്തിറങ്ങിയത്. വൈദ്യുതി വകുപ്പ് കാഞ്ഞങ്ങാട് സബ് ഡിവിഷന്റെ സഹകരണത്തോടെയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള സെമിനാറുകൾക്ക് തുടക്കം കുറിച്ചു. ബല്ലാഹിസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ DEO സൗമ്നി കല്ലത്ത് സെമിനാറുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കാഞ്ഞങ്ങാട് JCs പ്രസിഡന്റ് CK ആസിഫ് അധ്യക്ഷത വഹിച്ചു. മേഖലാ പ്രസിഡന്റ് KK സതീഷ് കുമാർ വിശിഷ്ടാതിഥിയായിരുന്നു. KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർ P സീതാരാമൻ ക്ലാസ് എടുത്തു. പല സമയത്തും തടസ്സത്തോടു കൂടിയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. എല്ലാവർക്കും അറിയാം. അത് വൈദ്യുതി എന്ന് പറയുമ്പോൾ അതിന്റെ ഗുണങ്ങളെ കുറിച്ച് ഒരുപാട് നമ്മൾ പറയുമെങ്കിലും നമ്മുടെ വീട്ടിൽ സപ്ലൈ പോകുമ്പോൾ എല്ലാവരും വളരെ വിഷമത്തോടെ ഇതിനെ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ ഒരു പക്ഷേ ശപിച്ചുകൊണ്ട് ഒരു ചെറിയൊരു പരിധിവരെ ശപിച്ചുകൊണ്ടും പിന്നെ ഈ അടുത്ത് ഒരു സെക്ഷൻ ഓഫീസിൽ വൈദ്യുതി പോയപ്പോൾ വൈദ്യുതി ഓഫീസിൽ വിളിച്ച് ചീത്ത വിളിക്കുകയാണ്. ചീത്ത മാത്രമല്ല
അദ്ദേഹത്തിന് ജാതി പേരടക്കം വിളിച്ച് ആക്ഷേപിക്കുന്ന അവസ്ഥ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വന്നു. അപ്പോൾ ജനങ്ങൾക്ക് തടസ്സമുണ്ടായി കഴിഞ്ഞാൽ, അതായത് ഒരു മിനിറ്റ് പോലും വൈദ്യുതി പോയാൽ അത് സഹിക്കാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മളൊക്കെ മാറിയിട്ടുണ്ട്. പ്രധാനാധ്യാപകൻ എൽ വസന്തൻ, വി കൃഷ്ണൻ, ദിലീപ് ടി ജോസഫ്, കെ വി സതീശൻ, വി ശ്രീജിത്ത്, പ്രഭാകരൻ, പ്രകാശൻ മാസ്റ്റർ, ശൈല മാത്യു എന്നിവർ സംസാരിച്ചു. കെ രാജേന്ദ്രൻ സ്വാഗതവും അഷറഫ് കൊളവയൽ നന്ദിയും പറഞ്ഞു. ഓൾ കേരള എഞ്ചിനീയറിംഗ് പരീക്ഷയിൽ പട്ടികവർഗ വിഭാഗത്തിൽ 1ാം റാങ്ക് നേടിയ വി അവിനാഷിന് കുമ്പളയിൽ സ്വീകരണം നൽകി. മാതൃവിദ്യാലയമായ ലിറ്റിൽ ലില്ലി സീനിയർ സെക്കൻഡറി സ്കൂളാണ് സ്വീകരണമൊരുക്കിയത്. PB അബ്ദുൾ റസാഖ് MLA വി അവിനാഷിന് മൊമെന്റോ നൽകി. കുമ്പള പഞ്ചായത്ത് പ്രസിഡന്റ് താഹിറ അധ്യക്ഷയായിരുന്നു. SLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെയും ചടങ്ങിൽ അനുമോദിച്ചു. സ്കൂൾ സീനിയർ പ്രിൻസിപ്പൽ MK സെബാസ്റ്റ്യൻ സ്വാഗതം പറഞ്ഞു. കനത്ത കാറ്റിലും മഴയിലും മരങ്ങൾ കടപുഴകി വീണതോടെ കാസർഗോട്ട് റോഡ് ഗതാഗതം താറുമാറായി. ഇതോടെ വൈദ്യുതി മുടങ്ങിയത് മണിക്കൂറുകളോളമാണ്. ശക്തമായ കാറ്റും മഴയുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ജില്ലയിലുണ്ടായത്. മഴയെ തുടർന്ന് പല ദിക്കിലും മരങ്ങൾ കടപുഴകി വീഴുകയും ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു. മണിക്കൂറുകളോളമാണ് വൈദ്യുതി മുടങ്ങിയത്. അതിശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി റോഡിൽ വീണതു കാരണം പലയിടങ്ങളിലും ഗതാഗതം തടസ്സപ്പെട്ടു. ചെങ്കള സന്തോഷ് നഗർ, കാറടുക്ക പഞ്ചായത്തിലെ കർമ്മംതൊടി എന്നിവിടങ്ങളിൽ മരങ്ങൾ റോഡിൽ വീണ് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. സന്തോഷ് നഗറിൽ റോഡരികിലെ അക്വേഷ്യ മരമാണ് പൊട്ടിവീണത്. ഇതുമൂലം 1 മണിക്കൂർ നേരത്തോളമാണ് ഗതാഗതം സ്തംഭിച്ചത്. കർമ്മംതൊടിയിൽ മാവ് കടപുഴകി റോഡിലേക്ക് വീഴുകയായിരുന്നു. വൈകുന്നേരം 5:30യോടെയാണ് സംഭവം. റോഡരികിലെ കൂറ്റൻ മാവാണ് റോഡിലേക്ക് വീണത്. ഈ സമയം റോഡിലൂടെ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്നുണ്ടായിരുന്നു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് വൻ ദുരന്തം ഒഴിവായത്. വിവരമറിഞ്ഞ് കാസർഗോഡ് നിന്നും അഗ്നിശമന സേന എത്തി 2 ഇടങ്ങളിൽ നിന്നും മരം നീക്കുകയായിരുന്നു. അരമണിക്കൂർ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് മരം നീക്കം ചെയ്യാൻ സാധിച്ചത്. ഇത്രയും സമയം ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും സ്തംഭിക്കുകയായിരുന്നു. ഹൊസ്ദുർഗ് താലൂക്കിലെ ചില ഭാഗങ്ങളിലും കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണു. ചില പ്രദേശങ്ങളിൽ വൈദ്യുതി കമ്പികൾ പൊട്ടിവീണിട്ടുണ്ട്. ഞായറാഴ്ച രാത്രിയിലും തിങ്കളാഴ്ച പുലർച്ചെയുമുണ്ടായ കാറ്റിൽ പലയിടങ്ങളിലും കനത്ത നാശം സംഭവിച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും വൈദ്യുതി ബന്ധം താറുമാറായി. മണിക്കൂറുകളോളമുള്ള വൈദ്യുതി മുടക്കത്തിൽ പ്രതിഷേധിച്ച് ചെർക്കളയിൽ നാട്ടുകാർ വൈദ്യുതി വകുപ്പ് ഓവർസിയറെ ഓഫീസിനുള്ളിൽ പൂട്ടിയിട്ടു. കാറ്റിൽ ബത്തേരി കടപ്പുറത്ത് വീട് തകർന്നു. ബത്തേരിക്കൽ കടപ്പുറത്തെ മോഹനന്റെ വീടാണ് തകർന്നത്. മഴയോടൊപ്പം കാറ്റും കനത്തു. കാഞ്ഞങ്ങാട്ടും പരിസര പ്രദേശങ്ങളിലും വ്യാപക നാശം. തിങ്കളാഴ്ച പുലർച്ചെയുണ്ടായ കാറ്റിൽ ബത്തേരിക്കൽ കടപ്പുറത്ത് ഒരു വീട് തകർന്നു. ബത്തേരിക്കൽ കടപ്പുറത്തെ മോഹനന്റെ വീടാണ് തകർന്നത്. മേൽക്കൂര പൂർണ്ണമായും തകർന്നു വീണു. അപകട സമയത്ത് വീട്ടിനകത്തുണ്ടായിരുന്ന മോഹനനും കുടുംബവും അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. ഏകദേശം 1 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറും റവന്യൂ അധികൃതരും സ്ഥലം സന്ദർശിച്ചു. സെക്യൂരിറ്റി ജീവനക്കാരുടെ തൊഴിൽ സ്ഥിരത ഉറപ്പുവരുത്തണമെന്ന് CITU. സെക്യൂരിറ്റി മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്ക് നിയമപരിരക്ഷ ലഭ്യമാക്കണമെന്നും സെക്യൂരിറ്റി വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. കുന്നുമ്മൽ IMA ഹാളിൽ നടന്ന സമ്മേളനം CITU ജില്ലാ ജനറൽ സെക്രട്ടറി TK രാജൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ 15 വർഷമാണ്, കാസർഗോഡ് 52,000. 46ാമത്തെ യൂണിയനായിട്ടാണ് നിങ്ങളെ ഈ വിലക്ക് പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാന സ്ഥാപനം പ്രവർത്തിക്കുന്ന മറ്റ് 4,000 തൊഴിലാളികൾ. അപ്പോൾ 52,000 തൊഴിലാളികളുടെ ഭാഗമാണ് നിങ്ങളെന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. സൂചിപ്പിക്കുന്നത് ഈ തൊഴിലാളികളില്ല, എല്ലാ വിഭാഗം തൊഴിലാളികളും ഇപ്പോൾ അതിജീവനത്തിലൂടെ പോരാടുന്നവരാണ്. ഏത് രംഗത്തെടുത്ത് പരിശോധിച്ചാൽ നമ്മുടെ ജില്ലയിലായാലും കൂടെ, രാജ്യത്തായാലും കൂടെ, ലോകത്തായാലും പണിയെടുത്ത് ജീവിക്കുന്ന തൊഴിലാളിക്ക് ഇന്ന് എടുക്കുന്ന പണി നാളെ ലഭിക്കുമോ? അഡ്വക്കേറ്റ് രാജ്മോഹനൻ അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച മിനിമം വേതനം സെക്യൂരിറ്റി മേഖലയിലും നടപ്പാക്കണമെന്നും PF പെൻഷൻ നടപ്പിൽ വരുത്തണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. KF ഡേവിസ്, PV കുഞ്ഞപ്പൻ, M പൊക്ലൻ, P നാരായണൻ, DV അമ്പാടി, കാറ്റാടി കുമാരൻ, V രാജൻ, JV രവീന്ദ്രൻ, വിജയൻ, നാരായണൻ തെരുവത്ത് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. യോഗ ചരിത്രമായി നാടും നഗരവും യോഗ അഭ്യസിച്ചു. MV ദാമോദരനെ സ്മരിച്ച് ജില്ലയിലെ പത്രപ്രവർത്തകർ. യുവതി 2 കുട്ടികളുമായി ആത്മഹത്യ ചെയ്ത സംഭവം പോലീസ് അന്വേഷണം ആരംഭിച്ചു. വൻ കവർച്ചയ്ക്ക് പദ്ധതിയിട്ട 3 അംഗ സംഘം കാസർഗോട്ട് പിടിയിൽ. പരിസ്ഥിതിക്ക് കുടചൂടി നെല്ലിക്കാട്ട് റെഡ് സ്റ്റാർ പ്രവർത്തകർ. കൃഷിനാശം നഷ്ടപരിഹാരം നൽകിയതിലുള്ള അപാകതകൾ പരിഹരിക്കണമെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ.
പകർച്ചപ്പനി വ്യാപനം, പ്രതിരോധ നടപടികളില്ലാതെ ആരോഗ്യവകുപ്പ്. DMO ഓഫീസിലേക്ക് DYFI മാർച്ച്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.